ഗായ്സ്, ഐ എം ആൻസി അമ്മായി. കുറേ നാളായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ ഫേസ് വന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കണ വീഡിയോസൊന്നും ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്ത് പറയണം, എല്ലാവരും ചെയ്യണ പോലെ എന്തെങ്കിലും ചെയ്യണം എന്നല്ല, എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം എന്തായിരിക്കും ഒരു കണ്ടന്റ്, ഇങ്ങനെ വെറൈറ്റി ആരും പറയാത്തത് എന്ത് പറയാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ സ്വപ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഉറങ്ങി പോകുമ്പോഴാണല്ലോ പലതരം സ്വപ്നങ്ങൾ കാണുന്നത്. ചിലതാണെങ്കിൽ ഒരു ലോജിക്കില്ലാത്ത സ്വപ്നങ്ങളായിരിക്കും, ചിലത് ലോജിക്കുള്ള സ്വപ്നങ്ങളായിരിക്കും. ഞാൻ തന്നെ മരിക്കുന്ന ഒരു 10 പ്രാവശ്യം സ്വപ്നങ്ങളുണ്ട്. അപ്പം ഒരു ലോജിക്കില്ലാത്ത സ്വപ്നങ്ങൾ എന്നാലും ഒരു ദിവസം മരിക്കും എന്നാലും. അപ്പോൾ എനിക്ക് സ്വപ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഇത്ര നാൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇത് ഞാൻ സ്വപ്നം കണ്ടതാണോ അത് നേരിട്ട് എൻ്റെ മുന്നിൽ വന്നതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്വപ്നത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും കേൾക്കാം, ഓക്കെ. ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ ഉറങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വപ്നം കണ്ടു തുടങ്ങി. അപ്പോൾ സ്വപ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴാണ്. ഒരു ദിവസം രാവിലെ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ ഒരു ദിവസം, രാവിലെ അല്ല രാത്രി ഒരു ദിവസം ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ ഒരാളിങ്ങനെ ബ്രൗൺ കളർ ഡ്രസ്സ്, ഒരു അരയിൽ വള്ളി ചുറ്റിയിട്ട് തലയുടെ ഇവിടെ ഭാഗം പൊട്ടിയിട്ടിരിക്കുന്നു, ഇവിടെ മാത്രമേ മുടിയുള്ളൂ. അപ്പം ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനിങ്ങനെ ആരാന്ന് ചോദിച്ച് നിൽക്കുക. അപ്പം അത് ആരായിരുന്നു അറിയുന്നത്? അത് അന്തോണീസ് പുണ്യാളനായിരുന്നു. അന്തോണീസ് പുണ്യാളൻ. എൻ്റെ പപ്പയുടെ പേര് ആൻ്റണി ആയതുകൊണ്ടാണോ ഞാൻ അന്തോണീസ് പുണ്യാളൻ സ്വപ്നം കണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്തോണീസ് പുണ്യാളൻ എൻ്റെ മുന്നിൽ നേരിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാനപ്പം എന്താ അന്തോണീസ് പുണ്യാളനാണ്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അന്തോണീസ് പുണ്യാളനാണ് ആൾ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആണോ, എന്താ അവിടെ വന്ന കാലത്ത് നിൽക്കണേ, കയറി ഇരിക്കുന്നു പറഞ്ഞു ഞാൻ. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഇവിടെ സോഫയാണ്, ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അന്തോണീസ് പുണ്യാളനാണല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഫ്രാൻസിസ് പുണ്യാളനൊക്കെ വരുന്നു പറയണ പോലെയാണ് അന്തോണീസ് പുണ്യാളൻ. നമ്മുടെ മറ്റേ സിനിമയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ, അതുപോലെ ഒരു സ്വപ്നമാണല്ലോ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നമായിരുന്നു, ഭയങ്കര റിയലിസ്റ്റിക്. ശരിക്കും ആളെ ഫേസ് എനിക്ക് കണ്ടതിന് ഓർമ്മയില്ല. എന്നിട്ട് ആൾ വന്നിട്ട് ഞാൻ ചോദിച്ചു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ചായ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചായ കൊടുത്തു. പിന്നെ രാത്രി ഒരു 8 മണി 8:30 ആ സമയത്താണ് വന്നത്. എന്നിട്ട് പപ്പ വന്നു, പപ്പേനെ വിളിക്കാൻ പറഞ്ഞിട്ട് പപ്പേനെ വിളിച്ചു. പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി, അന്തോണീസ് പുണ്യാളൻ നേരിട്ട് വീട്ടിൽ വന്നേ കാണല്ലോ. എന്നിട്ട് പുള്ളിക്കാരും പപ്പയും കൂടി ഭയങ്കര വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർത്താനം. പക്ഷെ അന്തോണീസ് പുണ്യാളനോട് പപ്പ ഇത്ര കാര്യമായിട്ട് എന്തായിരിക്കും സംസാരിക്കുന്നത്? എന്നിട്ട് 2 പേര് സെയിമാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കാം. എല്ലാം സ്വപ്നമാണെന്ന് ആലോചിക്കണം കേട്ടോ. നല്ല റിയലിസ്റ്റിക് സിനിമ കാണുന്ന പോലെ സ്വപ്നം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തോണീസ് പുണ്യാളന് മനസ്സിലായിരുന്നു, ഒരു ഇരുട്ടായല്ലോ, നേരെ വൈകിയല്ലോ എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ആൻ്റണി എനിക്ക് പോകേണ്ട സമയമായി, ഇത്രയും നേരം വയ്ക്കുന്ന വീട്ടിൽ ഇത് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ എന്ത് ചെയ്തു, ആൾ പോവാന്ന് പറയുമ്പോൾ ഞാൻ പള്ളി വരെ ബൈക്കിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയും പപ്പയും കൂടി ബൈക്കിൽ കയറിയിട്ട് ഞങ്ങളുടെ ഒരു പള്ളിയുണ്ട്, അവിടെ ചെന്ന് ആളെ കൊണ്ടാക്കി. ഇതുപോലൊരു സ്വപ്നം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദർശനാണോ അതോ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നോട് പറയുക കമൻറ്റ് ബോക്സിൽ, ഓക്കെ. പിന്നെ എൻ്റെ ചാനൽ ആൻസി അമ്മായി ഹിയർ എന്നാണല്ലോ പേരിട്ടാണ്. അതെന്തുകൊണ്ടാണ് ആ പേരിട്ടേക്കണേന്ന് കൂടി ഞാൻ പറയാം. ഞാൻ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ധൈര്യം അങ്ങോട്ട് കിട്ടണില്ല. ഇപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് വീഡിയോസ് ആയിരിക്കും. നോക്കാം, ഓക്കെ. അപ്പോൾ ആൻസി അമ്മായി ഹിയർ എന്ന് പേരിടാം. എന്തുകൊണ്ട് അമ്മായി എന്നുള്ളൊരു പേര് വന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒരു അമ്മായി വൈബാണ്. എൻ്റെ ഫ്രണ്ട്സ്, കോളേജിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ ആൻസി അമ്മായി എന്ന് വിളിക്കാം. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്ത് പേരിടണം, വെറൈറ്റി ആവണം പേരെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആൻസി അമ്മായിന് പേരിടുക. ആദ്യമൊക്കെ എല്ലാവരും കളിയാക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. പിന്നെ ഞാനത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർ നമ്മളിങ്ങനെ കളിയാക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ അത് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കാൻ പറ്റും. എല്ലാം കൂടി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു, എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആൻസി അമ്മായിന്ന് ഞാൻ
എൻ്റെ യൂട്യൂബ് ചാനലിൽ പേരിടാൻ കാരണം. പിന്നെ ആ ഡ്രസ്സൊക്കെ നമ്മുടെ മീര ജാസ്മിനൊക്കെ ഒരു സിനിമയിൽ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മാർഗം കളിയുടെ ഡ്രസ്സ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇട്ടിട്ട്. ശരിക്കും ആൻസി അമ്മായി വൈബ് വന്നത് ആ ഡ്രസ്സ് ഇട്ടിട്ട്. ആക്ച്വലി എനിക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് അതുപോലെ ഇട്ട് കണ്ണാടിയിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും ഇപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് 105 സബ്സ്ക്രൈബേഴ്സ് ആയി. അത് നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരോടും ഞാനൊരു നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ തുടങ്ങുമ്പോൾ ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തത്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ബൈ. ദിസ് ഈസ് ആൻസി അമ്മായി ഹിയർ, സൈനിങ് ഓഫ്. താങ്ക് യു.